നരബലി ആ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ ഒരു കഥാതന്തു ഞങ്ങൾ എടുത്തുന്നുള്ളൂ. അതുപോലെ ചിത്രീകരിച്ചിട്ട് അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഓൺഗോയിങ് കേസ് ആണല്ലോ. ഞങ്ങൾ സെൻസർ ബോർഡിന് കൊടുത്തല്ലോ. സെൻസർ ബോർഡ് കൊടുത്തു. അവർ പറഞ്ഞു ഇതിന് എൻഡിങ് ശരിയായിട്ടില്ല, നിങ്ങൾ ക്ലൈമാക്സ് മാറ്റി ഇത് ചെയ്യണം പറഞ്ഞു. അങ്ങനെ അവർ ഒരു ടൈം തന്നു. വിത്തിൻ 2 weeks ഇത് ചെയ്ത് തന്നിട്ടാണെങ്കിൽ നമ്മൾ അപ്രൂവ് ചെയ്ത് തരാം. അപ്പോഴും അവർ സർട്ടിഫിക്കറ്റാണ് തന്നത്. കാരണം ഇതിൽ ചില ഭാഗങ്ങളിലൊക്കെ ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പല സിനിമകളിലും ബ്ലഡുള്ള പക്ഷെ ഇത് ടോട്ടലി നരബലി എന്ന് പറയുമ്പം ഒരുപാട് അങ്ങനെയുള്ള സ്വഭാവം. ചേട്ടൻ ഈ പറഞ്ഞുകൊണ്ട് ഞാൻ പറയണേ, ഇത് അഡൽസുള്ളിയോ സെക്സോ ഗ്ലാമറോ റൊമാൻറ്റിക്കോ അതൊന്നുമല്ല. ഇതിപ്പോ ഏത് സിനിമ നോക്കിയാലും വെട്ടും കുത്തും കൊലപാതകങ്ങളും ഇല്ലേ. ചെറിയ കുട്ടികൾ കാണുമ്പോൾ ഈ ചെറിയ കുട്ടിയെ കാണിക്കാൻ ഇതിനകത്ത് പേടിപ്പിക്കുന്ന സാധനങ്ങളോ യക്ഷിയോ വിശാചോ ഒന്നുമില്ല. സാധനം പിശാചിനെക്കാളും പേടിക്കേണ്ട ഒരു മനുഷ്യൻ തലയൊക്കെ അങ്ങനെ തലയിറക്കുന്ന ഒരു സാധനം ഇതിനകത്തില്ല. അങ്ങനെ അത് പറഞ്ഞു അത് നമ്മൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ ആളുണ്ടാവില്ലല്ലോ. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് നിങ്ങൾ തലയിറക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഇയാൾക്ക് കാണിച്ചു തരാന്നുണ്ടെങ്കിൽ കയ്യാകല്ല നഖം കട്ട് ചെയ്യുന്നുണ്ട്, ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറയാൻ, എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടോണ്ട് കിരാത സിനിമയിൽ നഖം കട്ട് ചെയ്തു, നിരാമിനെ മുടി കട്ട് ചെയ്തു, അത് സിനിമ കാണൂ. നിങ്ങൾ സിനിമ കണ്ടിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. ഒരാളിന്റെ ഇപ്പൊ ഗൂഢോത്രം ചെയ്യുന്ന ആളിന് കുറച്ച് മുടി കിട്ടിയാൽ മതി. കൂടോത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നഖം കിട്ടിയ മോളുടെ രണ്ട് മുടി കിട്ടിയാൽ പോലും കൂടോത്രം ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതിനകത്തതില്ല. അതെ അല്ല അല്ല ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള മോള് വിവരമുള്ള ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ച് നോക്കൂ. അങ്ങനെയാണ് മോളെ തകർക്കാൻ വേണ്ടി മോളുടെ ശരീരഭാഗത്തിന്റെ ഏതെങ്കിലും സംഘം. അത് അന്ധവിശ്വാസമല്ല, അത് സയൻസും അതിൻ്റെതായ രീതിയിൽ ഒരു നെഗറ്റീവ് സയൻസ് ഉണ്ട്. അതിനകത്ത് പോയി അന്വേഷിക്കുക. താൽക്കാലികമായ എഫക്റ്റ് ഉണ്ടാവും, യാതൊരു സംശയമില്ല. താൽക്കാലികമായ. ഞാൻ ചോദിക്കട്ടെ, കൺസ്ട്രക്ഷൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് എന്താണ്? ഡിസ്ട്രക്ഷൻ. അപ്പോൾ അത് യൂണിവേഴ്സൽ ഫിനോമിനോണാണ്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആക്ടിവിറ്റീസ് ആണ് അല്ലേ, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടും പ്രതിപാദിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഭീതിപ്പെടുത്തുന്നതോ പേടിപ്പിക്കുന്നതോ കുട്ടികൾ കാണാൻ പാടില്ലാത്തതോ ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് പോലും നമുക്ക് കിട്ടത്തില്ലായിരുന്നു.